ഹമാസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് നേരെ മുഖം തിരിച്ചാൽ ഇനിയും പഹൽഗാമുകൾ ഇന്ത്യയിൽ ആവർത്തിക്കും. ഇന്ത്യക്ക് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇപ്പോൾ ഹമാസിന്റെ ചൊൽപ്പടിക്കാണ്. പാലസ്തീനിലെ ഹമാസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ഇന്ത്യക്ക് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള സംഘടനകളുമായി ഹമാസ് ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ത്യക്കും സുരക്ഷാ ഭീഷണി. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുമായും ഇറാൻ പിന്തുണയുള്ള മറ്റു പ്രോക്സികളുമായും ഹമാസിന്റെ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ഇത് രണ്ട് രാജ്യങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണെന്ന മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ. ഇന്ത്യയുടെ ഭീകര സംഘടനയായി ഔദ്യോഗികമായി മുദ്ര കുത്തണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഗാസയിൽ ഹമാസ് തങ്ങളുടെ ശൃംഖലകൾ പുനർനിർമ്മിക്കാനും അന്താരാഷ്ട്ര പ്രവർത്തകർ വഴി ആക്രമണങ്ങൾ പുറന്തള്ളാനും ശ്രമിക്കുന്നുണ്ട് എന്ന ആശങ്കകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ അഭ്യർത്ഥന ഇസ്രായേൽ ഉയർത്തിയിരിക്കുന്നത്. പാലസ്തീനിലെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് മേലെ കടുത്ത സമ്മർദ്ദവുമായി ഇസ്രായേൽ. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുമായും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു ഭീകര സംഘടനകളുമായും ഹമാസ് ശക്തമായ ബന്ധം വളർത്തുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ 2023 ലഷ്കർ-ഇ-തോയ്ബയെ ഇസ്രായേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിനെ പോലെ തന്നെ ഹമാസ് ഇന്ത്യക്കും സുരക്ഷാ ഭീഷണിയാകുന്നു എന്നാണ് അറിയിപ്പ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി ജെറുസലേമിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇക്കാര്യം. ഇന്ത്യക്കും ഇസ്രായേലിനും ഒരു പൊതു ശത്രുവുണ്ട്. നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആഗോള ക്രിമിനൽ ശൃംഖലകളെ ഉപയോഗിച്ച് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നെന്നും ലഷ്കർ-ഇ-തോയ്ബയുമായി അടക്കം ഹമാസും ബന്ധം ശക്തിപ്പെടുത്തുന്നുവെന്നും അത് ഗൗരവതരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാസയിൽ യുദ്ധത്തിന്റെ ഇരകൾക്ക് സഹായം എത്തിക്കുന്ന UNRWAക്ക് സഹായം നൽകുന്നത് ഇന്ത്യ നിർത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024-2025 ഇന്ത്യ ഈ UN ഏജൻസിക്ക് നൽകിയത് $50 ലക്ഷം സഹായമാണ്. ജെറുസലേമിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യ കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥ ഊന്നി പറഞ്ഞു. ഹമാസ് പോലുള്ള സംഘടനകളെ ഭീകര ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കാനും ഉപരോധം ഏർപ്പെടുത്താനും ഇന്ത്യ കഠിനമായി ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ലഷ്കർ-ഇ-തോയ്ബയെ നാമനിർദ്ദേശം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് അതിനുള്ളൊരു പ്രതികരണം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ മാരകമായ ആക്രമണം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ 2023 ഇസ്രായേൽ LETയെ ഭീകര സംഘടനയായി വർഗീകരിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സമാനമായ പ്രസ്താവനകളെ തുടർന്നാണ് പുതിയ നീക്കം. നേരത്തെ IDF അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി ഇന്ത്യക്കും ഇസ്രായേലിനും ഒരു പൊതു ശത്രുവാണ് എന്ന് പറഞ്ഞു. ന്യൂഡൽഹിയുടെ ഔപചാരിക നാമനിർദ്ദേശം ശക്തമായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്വത്തുക്കൾ മരവിപ്പിക്കുകയോ പ്രവർത്തകർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിക്കുകയോ മാത്രമല്ല ഇത്. ഹമാസ് എന്താണ് ചെയ്യുന്നത് എന്നത് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. ഒരു പ്രവർത്തകനും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തരുത് എന്നും ഇത് സൂചിപ്പിക്കുന്നു. വളർന്നുവരുന്ന ഹമാസ് LET നെക്സസ് ചെങ്കോടി ഉയർത്തുകയാണ്. ഹമാസ്, ഇറാനിയൻ പ്രോക്സികൾ, ആഗോള ഭീകര ഗ്രൂപ്പുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ശൃംഖലയെക്കുറിച്ച് ഇന്ത്യക്ക് ഇതിനകം തന്നെ അറിയാമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശ്, മാലദ്വീപ്, നേപ്പാൾ തുടങ്ങിയ മറ്റ് പ്രാദേശിക രാജ്യങ്ങൾ തീവ്രവാദ സംഘടനകൾക്കെതിരായ നയങ്ങൾ രൂപപ്പെടുത്തുന്ന രീതിയെ സ്വാധീനിക്കുമെന്നും അവർ ഉറപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.